താലി രചന അവതരണം മിത്രവിന്ദ. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ഗംഗയിൽ അടിമുടി മാറ്റം കണ്ടതും അനന്തന് ആകെക്കൂടി ഒരു തരിപ്പായിരുന്നു. ഈ പെണ്ണിനിതെന്താണെന്ന് അവൻ പലകുറി ആലോചിച്ചു നോക്കി. ഉത്തരമൊക്കെ അവൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ ആൾക്കങ്ങോട്ട് ദഹിക്കുന്നില്ല. അന്നും അനന്തൻ ലോഡ് കൊടുത്തിട്ട് വന്നപ്പോൾ ഗംഗ വാതിൽക്കലുണ്ട്. അമ്മയും ആളും അപ്പുറത്തെ വീട്ടിൽ പോയതാണ്. വരുന്ന വഴി അവൻ അവരെ കാണുകയും ചെയ്തു. ആ വീട്ടിലെ അമ്മച്ചി സുഖമില്ലാതെ കിടക്കുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പോയിന്നേ ഉള്ളൂ. അവൻ വന്നതും ഗംഗ ഇത്തിരി പോലും ഒതുങ്ങാതെ ഒരേ നിൽപ്പ് തിന്നു. അവനവളെ ദേഷ്യത്തിലൊന്ന് നോക്കി. മാറി നിൽക്ക്. അനന്തൻ ഗൗരവത്തിൽ പറഞ്ഞു. ഇല്ലെങ്കിൽ ഇയാൾ കേസ് കൊടുക്കുമോ? അവളും അതേ ഭാവത്തിൽ അനന്തനെ നോക്കി. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരുപാട് ടൈമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് താഴെ. അത് പറഞ്ഞിട്ട് ഞാൻ മാറും. തികഞ്ഞ ഗൗരവത്തിൽ അവളും അവനെ നോക്കി വീണ്ടും പറഞ്ഞു. അതിന് വഴി തടസ്സം നിന്നിട്ട് വേണോ? അകത്തേക്ക് കയറ്. കയറാം. അവൾ അകത്തേക്ക് ഒന്ന് വലിഞ്ഞു നിന്നു. എന്താ പറയേ? അനന്തൻ വീണ്ടും ഗംഗയെ നോക്കി. എനിക്കിഷ്ടാണ്. യാതൊരു മുഖവുരിയും കൂടാതെ അവൾ പറഞ്ഞു. എന്താ? ഇക്കുറി അനന്തൻ ഒന്ന് ഞെട്ടി. എനിക്ക് അനന്തേട്ടനെ ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടം. ഈ ലോകത്ത് ഞാനിപ്പോൾ മറ്റെന്തിനേക്കാൾ ഏറെ സ്നേഹിക്കുന്നത് അനന്തേട്ടനെയാണ്. അനന്തേട്ടന് തിരിച്ച് എന്നോട് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അനന്തേട്ടനെ സ്നേഹിക്കാനുള്ള അർഹതയുണ്ടോയെന്ന് പോലും അറിയില്ല. രണ്ടിനുമുള്ള മറുപടിയായി അനന്തേട്ടൻ ആലോചിച്ചിട്ട് എന്നോട് പറയണം. മാളുവിൻ്റെ വിവാഹത്തിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ബാംഗ്ലൂർക്ക് മടങ്ങണം. അതുവരെ അനന്തേട്ടന് സമയമുണ്ട്. പോസിറ്റീവ് ആണേലും നെഗറ്റീവ് ആണേലും അനന്തേട്ടൻ എന്നോട് പറയാം. ഞാനിത് പറയാതെ മുന്നോട്ട് പോകും തോറും എനിക്കൊരു മനസ്സമാധാനമില്ല. എൻ്റെ മനസാക്ഷിയെ പോലും ഞാൻ വഞ്ചിക്കുവാണ്. അതുകൊണ്ട് ഏട്ടൻ ആലോചിച്ച് പറയണം. ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ ശേഷം അവൾ അകത്തേക്ക് ഓടി. അനന്തനാണെങ്കിൽ അപ്പോഴും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അതേ അനന്തേട്ടാ, ഒരുപാടൊന്നും ആലോചിച്ചു കൂട്ടണ്ട. നിന്നെ എനിക്കിഷ്ടമാണെന്നങ്ങ് പറഞ്ഞേക്ക്. അനന്തൻ നോക്കിയതും ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചിട്ട് ഗംഗ കയറി വാതിലടച്ച് കുറ്റിയിട്ടു. അപ്പോഴേക്കും മാളവും ഓടി വന്നു. കാപ്പി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഉമ നേരെ അടുക്കളയിലേക്ക് പോയി. ഗംഗേച്ചി, മാളു വിളിച്ചതും അവൾ വന്ന് വാതിൽ തുറന്നു. മാളു അകത്തേക്ക് കയറി ചെന്നിട്ട് അവളോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഉമ മകന് കാപ്പി കൊണ്ടുവന്ന് കൊടുത്തു. ഇനി മുതൽ അനന്തൻ പച്ചക്കറി എടുക്കാൻ പോകുന്നില്ല. എല്ലാത്തിനും ഒറ്റയ്ക്ക് ഓടി അവൻ ആകെ മടുത്തു. അതിനെക്കുറിച്ചൊക്കെ അവൻ അമ്മയോടും പറയുന്നുണ്ട്. അത് മതി മോനെ, നീ മാത്രമല്ലേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ. ഒറ്റയ്ക്ക് എൻ്റെ മോൻ മടുത്തു എന്ന് അമ്മയ്ക്കറിയാം. അപ്പോഴേക്കും ഉമ്മ കരയാൻ തുടങ്ങി. അനന്തൻ ഉച്ചത്തിൽ അമ്മയെ വഴക്ക് പറഞ്ഞതും ഗംഗയും മാളും ഓടി ഇറങ്ങി വന്നു. കസേര നിരക്കി മാറ്റിയിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇതിനു മാത്രം ബഹളം വയ്ക്കാൻ ഇവിടെ ഇപ്പം എന്താ ഉണ്ടായതെന്ന് മാളു ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഗംഗയുടെ കള്ളനോട്ടം അവൻ്റെ നേർക്ക് നീണ്ടു. ഗംഗ ആവുന്നത്ര നോക്കി, പക്ഷെ അനന്തനിൽ നിന്നും ഒരു മറുപടി അവൾക്ക് കിട്ടിയില്ല. അവൻ ഗംഗയെ കാണുമ്പോഴൊക്കെ ഒഴിഞ്ഞു മാറിപ്പോയി. കല്യാണത്തലേന്ന് ചെറിയൊരു മൈലാഞ്ചി പരിപാടി ഉണ്ടായിരുന്നു. അതിന് സെറ്റുമുണ്ട് കൊടുക്കാനാണ് എല്ലാവരുടെയും പ്ലാന്. ഗംഗയുടെ കയ്യിൽ അഡീഷണലായിട്ട് ഒരു ബ്ലൗസ് ഉണ്ട്. പക്ഷെ സെറ്റ് അവൾക്ക് പുതിയത് വാങ്ങണം. അനന്ത, മോനെ. ഉമ്മ വിളിക്കുന്ന കേട്ടുകൊണ്ട് അനന്ത മുറിയുടെ പുറത്തേക്ക് വന്നു. എന്താമേ? മോനെ, നീ കട്ടപ്പനയ്ക്ക് എപ്പോഴാടാ പോണത്? ഞാനൊരു അരമണിക്കൂറിനുള്ളിൽ പോകും. എന്നാ പിന്നെ ഗംഗമോള് നിൻ്റെ കൂടെ വരട്ടെ മോനെ. അവൾക്കൊരു സെറ്റ് മേടിക്കണം നാളെ ഉടുക്കാൻ. എൻ്റെ കൂടെ വരാൻ നിൽക്കണ്ട, എനിക്ക് പല കാര്യങ്ങളുള്ളതാ. തിരിച്ചു വരുന്നത് എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റില്ല. അടുക്കളയിൽ നിന്ന് ഉമയുടെ അടുത്തേക്ക് വന്ന ഗംഗയും കേട്ടു അനന്തൻ്റെ വാചകങ്ങൾ. അവൾ കൂടുതലൊന്നും പറയാതെ വീണ്ടും അവിടേക്ക് തിരികെ കയറിപ്പോകുന്നത് അനന്തനും കണ്ടു. ഏട്ടാ, നമ്മുടെ പിള്ളേരെല്ലാവരും സെറ്റാ ഉടുക്കുന്നത്. ഗംഗ ചേച്ചി മാത്രം അതിന്ന് വിട്ടു നിൽക്കണമല്ലോ. ഏട്ടന് പറ്റുമെങ്കിൽ ചേച്ചിയെ കൂടി ഒന്ന് കൊണ്ടുപോകൂ. മാളു വന്നിട്ട് പറഞ്ഞു. 2 മണിക്കൂർ എനിക്ക് കട്ടപ്പനയിൽ താമസമുണ്ട്. ഞാൻ ബൈക്കിലാണ് പോകുന്നത്. നിങ്ങൾക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അനന്തന് ചെറുതായി ദേഷ്യം വന്നു. സാരില്ല, അനന്തേട്ടൻ ഇപ്പോൾ പൊയ്ക്കോട്ടെ. നാളെ കാലത്തെ ഞാൻ ബസ്സിൽ പൊയ്ക്കോളാം മാളൂട്ടി. ഗംഗ വന്നിട്ട് രംഗം ശാന്തമാക്കി. അനന്തൻ ആ മുഖത്തേക്ക് ഒന്ന് നോക്കി
ചെറിയ പിണക്കത്തിലാണ് ഗംഗ നിൽക്കുന്നതെന്ന് അവന് തോന്നി. ഒരു കാര്യം ചെയ്യാം, ഞാൻ കട്ടപ്പനയിലിറക്കാം. തിരിച്ചിങ്ങോട്ട് ബസ്സിൽ പോരണം. പറ്റുമെങ്കിൽ വേഗം ഒരുങ്ങി വാ. എനിക്ക് കാത്തു നിൽക്കാനൊന്നും പറ്റില്ല. ആരുടെയും മറുപടി കാക്കാതെ അനന്തൻ അവൻ്റെ മുറിയിലേക്ക് വീണ്ടും കയറിപ്പോയി. മോളെ, നീ പെട്ടെന്നൊരു ചുരിദാർ എടുത്തിട്ട് അവൻ്റെ കൂടെ പോയിട്ട് വാ. സമയം പോയിന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അവൻ കിടന്ന് ബഹളം ഉണ്ടാക്കും. ഉമ വീണ്ടും ധൃതി കൂട്ടി. കൈയും കാലും മുഖവും ഒക്കെ ഒന്ന് കഴുകി വരാമെന്ന് പറഞ്ഞ് ഗംഗ ബാത്റൂമിലേക്ക് പോയി. അനന്തനൊരു ഷർട്ടും കാവ്യമുട്ടും ധരിച്ചിറങ്ങി വന്നപ്പോൾ ഗംഗ തലമുടിയും ചീകിക്കൊണ്ട് ഉമ്മറത്ത് നിൽപ്പുണ്ട്. ഇത്തിരി ടൈറ്റായിട്ടുള്ളൊരു ചുരിദാറാണ് അവൾ ഇട്ടിരിക്കുന്നത്. അവനത് കണ്ടപ്പോൾ ചെറുതായി ദേഷ്യം വന്നു. ഇപ്പോൾ വരും അനന്തേട്ടാ, ഒരു 5 മിനിറ്റ്. തലമുടിയിൽ ഒരു ക്ലിപ്പിട്ട ശേഷം അവൾ അകത്തേക്ക് ഓടിപ്പോയി. എന്തൊക്കെയോ ക്രീമുകൾ മുഖത്തേക്ക് പുരട്ടി. ശേഷം അല്പം ലിപ്സ്റ്റിക്ക് കൂടി ചുണ്ടിലിട്ടിട്ട് തൻ്റെ ബാഗും എടുത്ത് തോളത്ത് തൂക്കിക്കൊണ്ട് ഗംഗ അനന്തൻ്റെ അരികിലേക്ക് വന്നു. പോയേക്കാം. ഗംഗ ചോദിച്ചതും അനന്തൻ അവളെ ഒന്ന് അടിമുടി നോക്കി. നിനക്ക് ഷോളൊന്നുമില്ലേ? ഗൗരവത്തിൽ അവൻ ചോദിക്കുവാണ്. അയ്യോ, ഞാനത് മറന്നു. അവൾ പിന്നെയും മുറിയിലേക്ക് ഓടിപ്പോയിട്ട് ഒരു ഷോളും മാറിലേക്ക് വിടർത്തിയിട്ടിട്ട് ഇറങ്ങി വന്നു. അപ്പോൾ തന്നെ സമയം 3 മണി കഴിഞ്ഞു. അമ്മയോടും ആളിനോടും യാത്ര പറഞ്ഞ് ഗംഗ അനന്തൻ്റെ ബൈക്കിൽ കയറി. അവൻ്റെ തോളിൽ പിടിച്ചിരിക്കാൻ പെണ്ണിന് ഇത്തിരി ഭയം തോന്നി. കാരണം അനന്തൻ എന്തെങ്കിലും ചീത്ത പറയുമോ എന്നതാണ് അവളുടെ ചിന്ത. അവൻ ഇത്തിരി സ്പീഡ് കൂട്ടിയതും അവൾ അല്പം മുൻപോട്ട് നീങ്ങിയിരുന്നു. എന്നിട്ട് അനന്തൻ്റെ തോളിൽ കൈ ചേർത്ത് വെച്ചു. ഇങ്ങോട്ട് കൂടുതൽ ഒട്ടിച്ചേർന്ന് വരണ്ട, മര്യാദയ്ക്ക് അടങ്ങിയൊതുങ്ങി ഇരുന്നോണം. മുഖം തൻ്റെ വലതുവശത്തേക്ക് തിരിച്ചുകൊണ്ട് അനന്തൻ ഉച്ചത്തിൽ ഗംഗയോട് പറഞ്ഞു. അതിൻ്റെ മറുപടിയായി അവൾ എന്ത് ചെയ്യുന്നോ? പറ്റാവുന്നത്രയും അനന്തനോട് ഒട്ടിച്ചേർന്നുകൊണ്ട് അവൻ്റെ വയറിൽ അവൾ വട്ടം ചുറ്റി പിടിച്ചു. നിനക്ക് നാണമില്ലേ ഗംഗ? അനന്തന് ദേഷ്യം വന്നു. ഇല്ല, ഒട്ടുമില്ല. എന്തേ, ഇഷ്ടായില്ലേ? അവൾക്ക് അവനോടൊപ്പം സല്ലപിക്കുന്ന നേരത്ത് കുറുമ്പും കുസൃതിയുമാണ്. മറ്റന്നാൾ കാലത്തെ നീ സ്ഥലം വിട്ടോണം, കേട്ടല്ലോ? മറ്റന്നാൾ കല്യാണമല്ലേ? അതിൻ്റെ അടുത്ത ദിവസം ഞാൻ പൊയ്ക്കോളാം. പൊയ്ക്കോണം. ഇല്ലെങ്കിൽ നീ എൻ്റെ ശരിക്കുമുള്ള സ്വഭാവം അറിയും. അനന്തേട്ടൻ, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി എനിക്കിപ്പോഴും തന്നിട്ടില്ല. ഞാൻ പോകും മുന്നേ എനിക്കത് കിട്ടണം. അവൻ്റെ തോളിൽ താടി മുട്ടിച്ചുകൊണ്ട് അവൾ ആ കാതോരം മെല്ലെ പറഞ്ഞു. ഏലക്കാടുകളിലൂടെ അനന്തൻ്റെ ബൈക്ക് മുന്നോട്ട് കുതിക്കുകയാണ്. ഇത്തിരി ദൂരം പിന്നിട്ട ശേഷം അവൻ ബൈക്ക് ഒതുക്കി നിർത്തി. അനന്തനോട് കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞാണ് ഗംഗ ബൈക്കിൻ്റെ പിന്നിലിരുന്നതെങ്കിലും അവൻ വണ്ടി നിർത്തിയതും അവൾക്ക് ആകെക്കൂട്ടി ഒരു പരവശം പോലെ. തന്നെ ഇഷ്ടമില്ലെന്നെങ്ങാനും അനന്തേട്ടൻ പറഞ്ഞാൽ അത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോയെന്ന് പോലും ഇടയ്ക്കൊക്കെ താൻ ചിന്തിച്ചു പോകാറുണ്ട്. ഗംഗ ഇറങ്ങ്. അനന്തം പറഞ്ഞപ്പോൾ ഗംഗ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്താ അനന്തേട്ടാ, എന്തു പറ്റി? വിജനമായ ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ അവൾക്ക് ശ്വാസം പോലും വിലങ്ങി. മടിച്ചാണ് അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നത്. അനന്തനൊരു മൊട്ടക്കുന്നിലേക്കാണ് അവളെ കൂട്ടിക്കൊണ്ടു പോയത്. ആകാശം മുട്ടി നിൽക്കുന്ന മലനിരകൾ അതങ്ങനെ കണ്ണെത്താ ദൂരത്തോളം നീണ്ടു കിടക്കുകയാണ്. അനന്തനും ഗംഗയും മലനിരകളിലേക്ക് നോക്കി നിൽപ്പ് തുടങ്ങിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞു. അവൻ്റെ മാനസികാവസ്ഥ അതെന്താണെന്നുള്ളത് ഗംഗയ്ക്ക് ഊഹിക്കാൻ ആവുന്നതായിരുന്നു. പാവത്തിനെ താൻ ഒരുപാട് കഷ്ടപ്പെടുത്തുവാണല്ലോ എന്നോർക്കും തോറും അവൾക്ക് സങ്കടം വന്നു. അനന്തേട്ടാ, സോറി. അവൾ ഒടുവിൽ ചുണ്ടനക്കി. അനന്തൻ ഗംഗയെ നോക്കി. ഞാൻ അനന്തേട്ടനെ വിഷമിപ്പിച്ചതിനൊക്കെ എന്നോട് ക്ഷമിക്കണം. വെറുതെ അപ്പോഴത്തെ ഓരോരോ തോന്നലുകൾ, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. റിയലി സോറി. അവൾ പറയുകയും ആ മിഴികൾ പോലെ നിറഞ്ഞൊഴുകി. അത് കണ്ടതും അനന്തനും സങ്കടമായി. പോകാം, നേരെ ഒരുപാടായി. അവൾ തൻ്റെ ഫോണിൽ സമയം നോക്കിക്കൊണ്ടാണ് അനന്തനോട് പറയുന്നത്. അനന്തൻ അപ്പോഴും മൗനമായിരുന്നു. അനന്തേട്ടൻ്റെ മനസ്സ് ശുദ്ധമാണ്. താൻ കണ്ടിട്ടുള്ളതി വെച്ച് ഏറ്റവും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് അനന്തേട്ടൻ. അനന്തേട്ടന് നല്ലൊരു പെൺകുട്ടിയെ കിട്ടും. ഞാനൊന്ന് പറഞ്ഞതൊക്കെ മറക്കണം. അടുത്ത ദിവസം പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനിങ്ങോട്ട് മടങ്ങി വരില്ല, സത്യം. അതുവരെ എന്നോട് പിണക്കവും ദേഷ്യവും ഒന്നും കാണിക്കരുത്. അത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ല. അനന്തൻ അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവളിലും കൂടി കണ്ണുനീർ ചാലുകൾ തീർത്ത് താഴേക്ക് ഒഴുകി. അനന്തനാണെങ്കിൽ ഗംഗയെ വീണ്ടും നോക്കി.
അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. തൻ്റെ മനസ്സിലുള്ള കാര്യം എന്നോട് തുറന്നു പറഞ്ഞു. അതിനെന്തിനാണോ ഇങ്ങനെ കരയുന്നത്? അനന്തൻ വളരെ നേർമയായി അവളോട് ചോദിച്ചു. എനിക്കറിയില്ല അനന്തേട്ട, ഞാൻ പറഞ്ഞതൊക്കെ തെറ്റാണ്. പക്ഷേ അവൾ പിന്നെയും വിതുമ്പി. സാരമില്ല, നമ്മുടെ മനസ്സിൻ്റെ കടിഞ്ഞാണെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ തന്നെ ഉള്ളതാണ്. വെറുതെ വേണ്ടാത്ത ചിന്തകളെ ഒന്നും താലോലിച്ച് നടക്കാതെ നല്ല കുട്ടിയായിട്ട് മുന്നോട്ട് ജീവിക്കണം. നമ്മൾ ഒരിക്കലും ചേരില്ലടോ. ഒരുപാട് അന്തരമുണ്ട് നമ്മൾക്കിടയിൽ. ഞാൻ പറയാതെ തന്നെ തനിക്കിതൊക്കെ അറിയാലോ. തെളിമയാർന്ന ശബ്ദത്തിൽ അനന്തൻ ഗംഗയെ നോക്കി പറഞ്ഞു. ഗംഗ, തനിക്ക് യോജിച്ച ഒരാളെ ഈശ്വരൻ വൈകാതെ തന്നെ തൻ്റെ മുൻപിലെത്തിക്കും. അയാളോടൊപ്പം വിവാഹമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ എൻ്റെ ഈ മുഖം പോലും തൻ്റെ മനസ്സിൽ വരില്ലടോ. അവനത് പറഞ്ഞു തീരും മുമ്പ് ഗംഗ ആർത്തലച്ചുകൊണ്ട് ആ നെഞ്ചിലേക്ക് വീണു. എൻ്റെ മനസ്സിൽ ഒരേയൊരു മുഖം മാത്രമേ ഉള്ളൂ. ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അതെൻ്റെ അനന്തേട്ടനാണ്. അനന്തേട്ടനെ സ്നേഹിക്കുവാനുള്ള അർഹതയുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. മറ്റൊരുവനെ വിവാഹം കഴിച്ച് അവൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ പേറിയവളാണ് ഞാൻ. അനന്തേട്ടൻ എന്നെപ്പോലൊരു പെണ്ണിനെ സ്വന്തമാക്കണമെന്നൊന്നും ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ലെന്നും എനിക്കറിയാം. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. തുറന്നു പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ചങ്ക് പൊട്ടും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഏട്ടനോട്. അവൾ പിന്നെയും വാക്കുകൾ കിട്ടാതെ വിതുമ്പി. അപ്പോഴും അനന്തൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് വിങ്ങി കരയുകയാണവൾ. അനന്തൻ അവളെ ചേർത്ത് പിടിച്ചില്ല. എന്താണെന്നറിയില്ല, അവനപ്പോൾ അതിന് തോന്നിയില്ല. എന്നാൽ അവൻ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റിയതുമില്ല. അതും എന്തിനാണെന്ന് അവനറിയില്ല. കുറച്ചു നേരം ഗംഗ അതേ കിടപ്പ് തുടർന്നു. ഒടുവിൽ മെല്ലെ അവൾ മുഖമുയർത്തി നോക്കി. എന്നിട്ട് ഇത്തിരി പിന്നോട്ട് മാറി. പെട്ടെന്ന് അനന്തൻ തൻ്റെ വലത് കൈ ഉയർത്തി അവളുടെ കണ്ണീർ തുടച്ചു മാറ്റി. ഗംഗ, താൻ കരയരുത്. കരഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവും തനിക്ക് കിട്ടില്ല. അനന്തേട്ടൻ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ കരഞ്ഞത്. നമ്മൾ തമ്മിൽ ശരിയാവില്ലടോ. അതെന്താ അങ്ങനെ തോന്നുന്നത്? എനിക്ക് പഠിപ്പും ജോലിയൊക്കെ ഉള്ളതുകൊണ്ടാണോ? അതോ ഞാൻ ആദ്യം ഒരു കല്യാണം കഴിച്ചതുകൊണ്ടാ? പെട്ടെന്നവൾ ചോദിച്ചതും അവനൊന്നു പതറി. രണ്ടാമത് പറഞ്ഞ കാര്യമായിരിക്കും അല്ലേ ഏട്ടാ? അവൾ പിന്നെയും ചോദിച്ചു. അതിനും അവൻ മിണ്ടാതെ നിന്നു. പോയേക്കാം, നേരെ ഒരുപാടായി. ഗംഗ പറഞ്ഞതും അനന്തം തലകുലുക്കി. ഇരുവരും ചേർന്ന് പെട്ടെന്ന് തന്നെ ബൈക്കിരിക്കുന്ന ഭാഗത്തേക്ക് വന്നു. തുടർന്നുള്ള യാത്രയിൽ രണ്ടാളുടെയും മനസ്സിലൂടെ പല പല ചിന്തകളാണ് കടന്നുപോയത്. അനന്തന് തന്നെപ്പോലെ ഒരാൾ അവൾക്ക് ചേരില്ലെന്ന് തോന്നിയപ്പോൾ ഗംഗയ്ക്ക് താൻ ഒരു രണ്ടാം ഭാര്യയാകൂലോ എന്നതാണ് ചിന്ത. ഗംഗ കാണാൻ അതീവ സുന്ദരി, ഉന്നത വിദ്യാഭ്യാസം, ഹൈ സാലറി. ഇത്രയ്ക്കുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവളുടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു പയ്യനെ കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പുതിയ ഒരാളുടെ കൂടെ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുമ്പോൾ തന്നെ അവൾ മറന്നു പോയിക്കോളുമെന്നതാണ് അവൻ്റെ ധാരണ. മറ്റൊരുവൻ്റെ കൂടെ ജീവിച്ച് എല്ലാ അർത്ഥത്തിലും അവൻ്റെ കൂടെ കഴിഞ്ഞ ശേഷം അവൻ്റെ കുഞ്ഞിനെ വരെ വയറ്റിൽ പേറിയ ഒരുവളെ എന്തിനാണ് ഇനി അനന്തേട്ടൻ എന്നതാണ് ഗംഗയുടെ വിചാരങ്ങൾ. രണ്ടാളുടെയും ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് അവർ ടൗണിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് ഇത്ര ദൂരം യാത്ര ചെയ്തു പോലും വന്നുവല്ലോ എന്ന് ഇരുവരും ഓർത്തത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഷോപ്പിലേക്ക് വണ്ടി ഒതുക്കി നിർത്തിയ ശേഷം അനന്തൻ ഗംഗയോട് പോയി ഡ്രസ്സ് എടുത്തിട്ട് വരാൻ പറഞ്ഞു. അനന്തേട്ടനും കൂടി വരുന്നോ എന്ന് അവൾ ചോദിച്ചു. തനിക്കിഷ്ടമുള്ളത് താൻ പോയി വാങ്ങിക്കുക ഗംഗ. അനന്തൻ പറഞ്ഞതും ഒന്ന് തലയാട്ടിക്കൊണ്ടവൾ കടയുടെ ഉള്ളിലേക്ക് കയറി. ടെമ്പിൾ ബോർഡർ വരുന്ന കസവ് സെറ്റും മുണ്ടുമാണ് ഗംഗ സെലക്ട് ചെയ്തത്. ഒരുപാടൊന്നും തിരയേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ അവൾക്ക് കിട്ടി. ക്രീം കളറുള്ള ഒരു കുർത്ത അനന്തന് വാങ്ങിക്കാൻ അവൾക്ക് ആഗ്രഹം തോന്നി. അനന്തേട്ടൻ ഒന്നിട്ട് നോക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നോർത്ത് അവൾ അവൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്നു. അനന്തേട്ട, ഒന്ന് കയറി വരുമോ? എന്താ, തനിക്കുള്ളത് കിട്ടിയില്ലേ? അതുകൊണ്ടല്ല, ഒരു ജുബ്ബ കണ്ടു, മാച്ചാണ്. ജസ്റ്റ് ഒന്ന് നോക്കുവോ? എനിക്ക് തൽക്കാലം ഒന്നും വേണ്ട. മാളു ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട്, ഞാനതിട്ടോളാം. അതവിടെ ഇരിക്കട്ടെ, ഇതിപ്പം ഞാനൊരെണ്ണം വാങ്ങിയതല്ലേ, ഒന്ന് നോക്ക്.
വേണ്ടെന്ന് തന്നോട് മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത്? തനിക്കെന്താ മനസ്സിലാകുന്നില്ലേ? അനന്തൻ ഉച്ചത്തിൽ ചോദിച്ചതും ആളുകളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒന്നും പറയാതെ കുനിഞ്ഞ മുഖത്തോടെ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് അവൾ വീണ്ടും കയറിപ്പോയി. സെറ്റും മുണ്ടും ഒരു അണ്ടർസ്കേർട്ടും ഒക്കെ വാങ്ങി അവൾ ബില്ല് പേ ചെയ്തിട്ട് അവൻ്റെ അടുത്തേക്ക് വന്നു. പോകാം. അനന്തൻ ചോദിച്ചതും അതിന് മറുപടിയൊന്നും പറയാതെ ഗംഗ അവൻ്റെ പിന്നിലേക്ക് കയറിയിരുന്നു. അനന്തൻ ഷോപ്പിലേക്ക് ഇറങ്ങി വരാഞ്ഞത് ഗംഗയ്ക്ക് ഇത്തിരി വിഷമം ഉളവാക്കി. അത് മനസ്സിലാക്കിയെങ്കിലും അനന്തൻ അത്രയ്ക്ക് കണ്ടില്ലെന്ന് നടിച്ച് വണ്ടി മുന്നോട്ടെടുത്തു. അർഹതയില്ലാത്തതാണെന്നറിയാം. ഒരുപക്ഷെ അനന്തേട്ടൻ്റെ മനസ്സിൽ മറ്റേതെങ്കിലും പെൺകുട്ടിയുണ്ടെങ്കിൽ താൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് വളരെ മോശമാണ്. പാവം, എന്തിനായി പാവത്തിനെ താൻ ഇങ്ങനെ എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നത്? താൻ തൻ്റെ നില മറന്നാണ് അനന്തേട്ടൻ്റെ മുൻപിൽ പല സമയത്തും പെരുമാറുന്നത്. അത് അനന്തേട്ടനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ്. തൻ്റെ മനസാക്ഷിയോട് പലകുറി പറഞ്ഞു ഒരുപാട് പോരായ്മകൾ ഉള്ളവളാണ് താനെന്ന്. എന്നാൽ തൻ്റെ മനസാക്ഷി പോലും തൻ്റെ കൂടെ നിൽക്കുന്നില്ല. ആളെ കാണുമ്പോഴൊക്കെയും തൻ്റെ സ്വന്തമാണെന്ന് തോന്നിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അനന്തേട്ടനോട് ഇങ്ങനെയൊക്കെ സമീപിക്കുന്നത്. ഒരു ദീർഘനിശ്വാസത്തോടെ അവൾ അനന്തൻ്റെ ഒപ്പം വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയപ്പോൾ മാളും അമ്മയും അവരെ കാത്തിരിപ്പുണ്ട്. താൻ വാങ്ങിക്കൊണ്ടുവന്ന സെറ്റ് അവളെടുത്ത് അവരെ രണ്ടാളെയും കാണിച്ചു. ഇരുവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ നേരത്തേക്ക് തുണിത്തരങ്ങളുടെ വിശേഷങ്ങൾ തന്നെയായി പങ്കുവയ്ക്കൽ. ഇതൊക്കെ കേട്ട് ദേഷ്യം വന്നിട്ട് അനന്തൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അനന്തനോടുള്ള ഗംഗയുടെ നോട്ടവും ഭാവവും ഒക്കെ ഉമയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഗംഗയെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. മുന്നേ വിവാഹം കഴിച്ചിട്ടുള്ളതാണെന്നും ഒരു കുഞ്ഞിനെ അവൾക്ക് ഉദരത്തിൽ പേറിയതാണെന്നുമൊക്കെ അവർക്കും അറിയാം. എന്നാലും തൻ്റെ മകൻ്റെ ഭാര്യയായി അവൾ വരണമെന്ന് അവരുടെ മനസ്സും കൊതിച്ചു. പക്ഷെ തീരുമാനമെടുക്കേണ്ടത് അനന്തനാണ്. അവൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് ഉമയോർത്തു. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ പൊടിപൊടിച്ചു. ബന്ധുമിത്രാദികളൊക്കെ എത്തിത്തുടങ്ങി. എല്ലാവരും ഗംഗയെ കണ്ടപ്പോൾ ഇതാരാണെന്ന് ഉമയോടും മാളുവിനോടും ചോദിച്ചു. മാളുവിൻ്റെ കൂട്ടുകാരിയാണ്, ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത്. കല്യാണം കൂടാൻ വേണ്ടി നാട്ടിൽ വന്നതാണെന്ന് അവർ പറഞ്ഞു. എന്നാൽ അമ്മാവനായ സജീവനും സുശീല വെല്ലുമ്മയ്ക്കുമൊക്കെ ഗംഗയെ അറിയായിരുന്നു. അവർ പിന്നീട് ആരോടും ഒന്നും തിരുത്താനും നിന്നില്ല. ഒരു ദിവസം പുറത്തെവിടെയോ പോയിട്ട് അനന്തൻ കയറി വന്നപ്പോഴാണ് അനന്തൻ്റെ ചിറ്റപ്പനും ഭാര്യയുമൊക്കെ കൂടി വലിയൊരു ചർച്ച നടത്തുന്നത് അവൻ കേൾക്കാൻ ഇടവന്നത്. അവരുടെ മകൻ ദുബായിൽ എഞ്ചിനീയറാണ്. ആ പയ്യനെ കൊണ്ട് ഗംഗയെ കല്യാണം കഴിപ്പിച്ചാലോ എന്നൊരു ആലോചന. തൊട്ടപ്പുറത്ത് മാറി നിന്ന് ഗംഗയും ഇതൊക്കെ കേൾക്കുന്നുണ്ട്. വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അനന്തൻ വന്നതും അവൻ്റെ ദൃഷ്ടി ആദ്യം പതിഞ്ഞത് ഗംഗയിലേക്കാണ്. അവൻ തൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും അനന്തൻ്റെ പിന്നാലെ ചിറ്റപ്പനും ചെന്നു. ആലോചനയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവനെ ധരിപ്പിച്ചു. ഗംഗയോട് ചോദിക്കുക, തീരുമാനിക്കുക എന്നാണ് അവൻ കൊടുത്ത മറുപടി. ആ പെൺകൊച്ചിന് സമ്മതമാണെന്ന് തോന്നുന്നു. എതിരഭിപ്രായമൊന്നും പറഞ്ഞില്ലെന്ന് ചിറ്റപ്പൻ പറഞ്ഞപ്പോൾ അനന്തൻ ചെറുതായി ഒന്ന് ഞെട്ടി. അവൾക്കങ്ങനെ സമ്മതമാണെന്ന് പറഞ്ഞോ? പെട്ടെന്ന് അനന്തൻ അയാളോട് ഉച്ചത്തിൽ ചോദിച്ചു. ഈ വിവാഹം കഴിയട്ടെ എന്നാണ് ആ കൊച്ചു പറഞ്ഞത്. അവൾക്ക് സമ്മതമില്ലെങ്കിൽ അപ്പം തന്നെ പറയാലോ. ആ. അവൻ ചിറ്റപ്പനെ നോക്കി മെല്ലെയൊന്ന് മൂളി. നാളെ കല്യാണം കഴിയട്ടെ, എന്നിട്ട് നോക്കാം, അവനും പറഞ്ഞു. ഒന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ബാത്റൂമിലേക്ക് കയറിപ്പോയപ്പോൾ ചിറ്റപ്പൻ അവൻ്റെ റൂമിൽ നിന്ന് തിരിച്ചിറങ്ങിപ്പോയി. അന്ന് വൈകുന്നേരം അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിലാണ് മൈലാഞ്ചി പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്തത്. മാളു അതിസുന്ദരിയായി ഒരുങ്ങി നിൽപ്പുണ്ട്. ഗംഗയാണ് അവളെ ഒരുക്കുവാനായി മുൻകൈ എടുത്തു നിന്നത്. എല്ലാം കഴിഞ്ഞ് ഗംഗ റെഡിയാവാനായി അനന്തൻ്റെ മുറിയിലേക്ക് വന്നു. തൻ്റെ കയ്യിലിരുന്ന കവർ അവൾ കട്ടിലിൽ വെച്ചു. അനന്തൻ ആ സമയത്ത് പുറത്തെവിടെയോ ആണ്. അനന്തനുമായി പോയി വാങ്ങിച്ച പുതിയ സെറ്റെടുത്ത് അവൾ നന്നായി ഞൊറിഞ്ഞുടുത്തു. മാളു കൊടുത്ത മുല്ലപ്പൂ മുടിയിൽ ചൂടി ഒരു കുഞ്ഞു പൊട്ട് തൊട്ടു. ചെറുതായി ഒന്ന് കണ്ണെഴുതി. വേറെ ഒരുക്കങ്ങളും ചമയങ്ങളും ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഗംഗ അതിമനോഹരിയായിരുന്നു. കണ്ണാടിയിലേക്ക് നോക്കി നിന്നപ്പോൾ അവൾക്ക് തന്നെ സ്വയം ഒരു ചിരിയൊക്കെ വരുന്നുണ്ട്. വാതിലിൽ ആരോ മുട്ടുന്ന പോലെ തോന്നിയതും അവൾ ഓടിച്ചെന്നത് തുറന്നു. തൻ്റെ മുൻപിൽ നിൽക്കുന്നവളെ
ഇമ വെട്ടാതെ നോക്കി നിൽക്കുകയാണ് അനന്തൻ. ഒരു നിമിഷത്തേക്ക് ഇരുമിഴികളും തമ്മിൽ ഒന്ന് കോർത്തു വലിച്ചു. ഇരുവരുടെയും ഹൃദയത്തിൽ ഒരു വേലിയേറ്റം പോലെ. ഗംഗ അല്പം പിന്നിലേക്ക് മാറിക്കൊടുത്തതും അനന്തൻ അകത്തേക്ക് കയറി വന്നു. അവൻ അവളെ കൊണ്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് വീണ്ടും പൗഡറൊക്കെ ഇടുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അനന്തനും പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു വിമ്മിഷ്ടം. കഴിഞ്ഞെങ്കിൽ ഒന്ന് പുറത്തോട്ടിറങ്ങാമോ? എനിക്ക് ഡ്രസ്സൊക്കെ മാറ്റണം. കിടക്കയിലിരുന്ന കവറെടുത്ത് ഗംഗ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് പെട്ടെന്ന് തന്നെ മുറിയിൽ നിന്നിറങ്ങി പോവുകയും ചെയ്തു. അവൾ പോയത് നോക്കി ഒരു നിമിഷത്തേക്ക് നിന്നിട്ട് അനന്തൻ ആ കവറിലേക്ക് കണ്ണു നട്ടു. പതിയെ കവർ തുറന്നു നോക്കി. ഒരു ജുബ്ബയും സ്വർണ്ണ കസവും ഉണ്ടും അതുകൂടാതെ മറ്റൊരു ഷർട്ടും ഉണ്ടും. ഇതിപ്പോൾ ഇടാനുള്ളതാണ്. നാളെ ഈ ഷർട്ടും ഉണ്ടും. അതിലൊരു കുറിപ്പും. അനന്ത, അവർ വരാറായി. അമ്മ പറഞ്ഞതും തൻ്റെ കയ്യിലിരുന്ന കവർ അനന്തം പെട്ടെന്ന് തന്നെ അലമാരയ്ക്കുള്ളിലേക്ക് വെച്ചു. അതിസുന്ദരിയായി ഒരുങ്ങി വന്ന ഗംഗയെ നോക്കി നിൽക്കുവാണ് ചിറ്റപ്പനും ചെറിയമ്മയും. അവരുടെ മകൻ രാഹുലിനെ വീഡിയോ കോൾ വിളിച്ചിട്ട് പെൺകുട്ടിയെ കാണിച്ചു കൊടുക്കാനുള്ള ശ്രമത്തിലാണ്. അതിനു അവിടേക്ക് ഇറങ്ങി വന്ന അനന്തന് അക്കാര്യം മനസ്സിലാകുകയും ചെയ്തു. ഗംഗ, അവൻ്റെ ശബ്ദം ഉയർന്നതും മാളുവിൻ്റെ അരികിലായി നിന്ന് ഗംഗ തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് തന്നെ അവൾ അനന്തൻ്റെ അരികിലേക്ക് വന്നു. ചിറ്റപ്പനോട് ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന് പെട്ടെന്ന് പറഞ്ഞേക്കണം. വെറുതെ അവർക്ക് ആശ കൊടുക്കണ്ട, കേട്ടല്ലോ? അവളെ നോക്കി പറഞ്ഞ ശേഷം അനന്തൻ പന്തലിൻ്റെ അകത്തേക്ക് ഇറങ്ങിപ്പോയി. എന്താണിവിടെ സംഭവിച്ചതെന്നറിയാതെ അപ്പോഴും പകച്ചു നിൽക്കുകയാണ് പെണ്ണ്. അനന്തനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ തുറിച്ച മിഴികളോടെ അവനെ നോക്കി നിൽക്കുകയാണവൾ. മോളെ, ഒന്നിങ്ങോട്ട് വരുമോ? അനന്തൻ്റെ ചെറിയമ്മ വന്നിട്ട് ഗംഗയുടെ കയ്യിൽ പിടിച്ചു. എന്താ ചെറിയമ്മേ? ഞങ്ങളുടെ മോന് മോളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അവനെ ഒന്ന് വീഡിയോ കോൾ ചെയ്യുവാനാണ്. മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ചെറിയമ്മ ചോദിക്കുന്നത് അനന്തനും കേട്ടു. ചെറിയമ്മേ, വിരോധമൊന്നും തോന്നരുത്. ഇപ്പം തൽക്കാലം ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ വീട്ടിൽ കാര്യം പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ കഴിയട്ടെന്നാണ് അവർ പറഞ്ഞത്. എൻ്റെ ജാതകവശാൽ ഇപ്പോൾ എനിക്ക് കുറച്ച് ദോഷ സമയമാണ്. 1 വർഷം കൂടി കഴിഞ്ഞിട്ട് എനിക്ക് വിവാഹം ആലോചിക്കുന്നുള്ളൂ. അതിനുള്ളിൽ തന്നെ ചെറിയമ്മയുടെ മോന് നല്ലൊരാലോചനയൊക്കെ വരും. എന്തായാലും ഞങ്ങൾ തമ്മിൽ അത് ശരിയാവില്ല കേട്ടോ. ഗംഗ അവരുടെ കൈത്തണ്ടയിൽ പിടിച്ചു പറയുകയാണ്. പെട്ടെന്ന് ആ സ്ത്രീയുടെ മുഖം വല്ലാണ്ട് മാടി. അവളെ നോക്കി തല കുലുക്കിയ ശേഷം ഗംഗയുടെ കവളിൽ ഒന്ന് തലോടിയിട്ട് അവർ നടന്നുപോയി. ഇതേ സമയം ആ മൈലാഞ്ചി പന്തലിൻ്റെ ഒരു കോണിൽ നിന്നുകൊണ്ട് ഒരുവൻ ആരും കാണാതെ തൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ പ്രണയാതുരമായ പുഞ്ചിരി സമൃദ്ധമായി ഒളിക്കുകയായിരുന്നു. തുടരും.